അസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏകപക്ഷീയ വിജയം. 325 സീറ്റുകളിൽ ബി.ജെ.പി വിജയമുറപ്പിച്ചു. ഈ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പോലും നിർത്തിയിരുന്നില്ല. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ 325 സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ബി.ജെ.പിക്ക് ഏകപക്ഷീയമായ വിജയം നേടാനായത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മെയ് മാസം 2-4 തീയതികളിലാണ് അസോമിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി.ജെ.പി ഇപ്പോൾ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഏകപക്ഷീയമായി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനും അതോടൊപ്പം തന്നെ AIUDF പോലെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ബി.ജെ.പി അധികാരത്തിലിരിക്കുന്ന അസാമിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനും അത് പിൻവലിക്കുവാനുമുള്ള തീയതി അസോമിൽ കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ബി.ജെ.പിയും ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ അസോം ഗണപരിഷത്തും വിജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ശിലാപരിഷത്തുകൾ എടുക്കുകയാണെങ്കിൽ ശിലാപരിഷത്തുകളിൽ 37 സീറ്റുകളിൽ നിലവിൽ ബി.ജെ.പിയും അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് വിജയിച്ചിരിക്കുന്നു. അതിൽ 35 ശിലാപരിഷത്തിൽ ബി.ജെ.പി തന്നെ ജയിച്ചപ്പോൾ 2 ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ അസോം ഗണപരിഷത്താണ് വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഞ്ചാലിക പഞ്ചായത്തുകളുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 259 സീറ്റുകളിൽ ബി.ജെ.പി എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ്. 29 അഞ്ചാലിക പഞ്ചായത്തുകളിൽ അസോം ഗണപരിഷത്ത് വിജയിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് കേവലം 9 സീറ്റുകളിൽ, അഞ്ചാലിക പരിഷത്തിൽ 9 സീറ്റിൽ മാത്രമായി കോൺഗ്രസിന്റെ വിജയം ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം. AIUDF ആകട്ടെ ഏതാണ്ട് 2 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് അസാമിൽ ക്ഷയിച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയം എന്നത് ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അസം എന്നത്. അതിനാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സെമിഫൈനൽ എന്ന നിലയിൽ കണക്കാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി വലിയ മുന്നേറ്റം അസാമിൽ നടത്തിയിരിക്കുന്നത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് ബി.ജെ.പി ഏകപക്ഷീയ വിജയം നേടിയിരിക്കുന്നത്. 325 സീറ്റുകളിലും ബി.ജെ.പി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു.